വെൽക്കം ബാക്ക് ടു ഹോംസ് ഓൺലൈൻ. റിസോർട്ട് സ്റ്റൈലിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു വീടിൻ്റെ ഹോം ടൂറാണ് ഇന്ന് ചെയ്യുന്നത്. വളരെ കൂളായിട്ടുള്ള ഇൻറ്റീരിയർ ഡിസൈൻ കൊടുത്തിട്ടുള്ള ഒരു വീടാണിത്. ഈ വീടിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ എൻവിറോൺമെൻറ്റൽ സീനറിയാണ്. ലാൻഡ് യാർഡ് ലോണൊക്കെ ഉപയോഗിച്ച് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ 4 ഭാഗവും മതിൽ കൊണ്ട് ചുറ്റപ്പെട്ടിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിലായി പോർച്ച് കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ പൂളും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. മറ്റു വീടുകളെ അപേക്ഷിച്ച് വീടിൻ്റെ എക്സ്റ്റീരിയർ മനോഹരമായിട്ടുള്ള ഗ്ലാസ് ഉപയോഗിച്ചാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ട് ചെറിയൊരു സ്പേസിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ വീടിനകത്തേക്ക് കടക്കുകയാണ്. ആദ്യം തന്നെ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് ഏരിയ കാണാം. മനോഹരമായിട്ടുള്ള സോഫ സെറ്റ്, കുഷ്യൻസ് ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹാങ്ങിങ് ബൾബ്സും സ്പോട്ട് ലൈറ്റ്സും ഉപയോഗിച്ചാണ് ലിവിങ് ഏരിയയുടെ സീലിംഗ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ലിവിങ് ഏരിയയോട് ചേർന്നാണ് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുള്ളത്. സ്റ്റെയർ കേസ് മറ്റ് കോൺക്രീറ്റ് സ്റ്റെയർ കേസിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. റെയിലിങ്സ് ഒക്കെ വളരെ സ്റ്റൈലിഷ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ വിൻഡോസിന് പകരമായി ഓപ്പൺ സ്റ്റൈൽ വിൻഡോസ് ആണ് കൊടുത്തിട്ടുള്ളത്. മനോഹരമായിട്ടുള്ള കർട്ടൻസും ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് കടക്കുകയാണ്. വുഡൻ ടേബിളും ചെയർസുമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ചെറിയൊരു റാക്കും കബോർഡ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് മനോഹരമായിട്ടുള്ള ഒരു സിറ്റിംഗ് ഏരിയ ആണ്. സോഫ സെറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാഷിംഗ് ഏരിയ മിററും കബോർഡ്സും ഉപയോഗിച്ചാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയിൽ നിന്ന് ആക്സസ് കിട്ടുന്ന രീതിയിലാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതൊരു മോഡുലാർ കിച്ചണാണ്. എല്ലാ ഫെസിലിറ്റീസും അടങ്ങിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ധാരാളം കബോർഡ്സ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വൈറ്റ് കളർ പാറ്റേണിലാണ് കബോർഡ്സ് കൊടുത്തിട്ടുള്ളത്. മാച്ചിങ് ആയിട്ടുള്ള ഫ്ലോർ ടൈൽസും വോൾ ടൈലുമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. കിച്ചണിനോട് ചേർന്ന് തന്നെ ഒരു വർക്കിംഗ് ഏരിയ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഫയർ പ്ലേസ്, ഷെൽഫ്സ്, റാക്സ് ഒക്കെ ഇതിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ബെഡ്റൂംസ് ചെക്ക് ചെയ്യാണ്. 2 ബെഡ്റൂംസ് ആണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത്. ബെഡ്റൂംസ് ഒക്കെ നല്ല പ്രൈവസി കിട്ടുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ഗ്രേ ആൻഡ് വൈറ്റ് കളർ തീമിലാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഡബിൾ കോട്ട് ബെഡ്, വാർഡ്രോബ്, ചെറിയൊരു ഓഫീസ് ടേബിൾ എന്നിവ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വിൻഡോസ് ഒക്കെ ഓപ്പൺ സ്റ്റൈലിലാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് മനോഹരമായിട്ടുള്ള ഔട്ട്സൈഡ് വ്യൂ കാണുന്ന രീതിയിലാണ് ഇതൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് ഒരു ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. അതിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. മിററും കബോർഡ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് സെക്കൻഡ് ബെഡ്റൂം. ഏകദേശം ആദ്യത്തെ ബെഡ്റൂം പോലെ തന്നെയാണ് ഇതും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഗ്രേ കളർ പാറ്റേണിലുള്ള വാർഡ്രോബ്സും വൈറ്റ് കളർ വോളുമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഡബിൾ കോട്ട് ബെഡ്, കർട്ടൻസ്, ഇൻഡോർ പ്ലാന്റ്സ് എന്നിവ ഉപയോഗിച്ചിട്ടുണ്ട്.
ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോർ ചെക്ക് ചെയ്യാണ്. സ്റ്റെയർ കയറി വരുമ്പോൾ തന്നെ ഓപ്പൺ സ്റ്റൈലിലുള്ള ഗ്ലാസ് വിൻഡോസ് കാണാം. ഇവിടെ നിന്ന് നമുക്ക് മനോഹരമായിട്ടുള്ളൊരു വ്യൂ കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു ലൈബ്രറി ഏരിയ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അവിടെ ചെറിയൊരു ടേബിളും ചെയർസും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബാൽക്കണി ഏരിയ. ബാൽക്കണി ഏരിയ വീടിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വെർട്ടിക്കൽ സ്റ്റൈലിലുള്ള ഗ്രില്ലാണ് റെയിലിംഗ്സ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. സ്റ്റൈലിഷ് ആയിട്ടുള്ള സോഫ സെറ്റും ചെയർസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലുള്ള ബെഡ്റൂംസ് ചെക്ക് ചെയ്യാണ്. 2 ബെഡ്റൂംസ് ആണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം. ഇവിടുത്തെ വിൻഡോയിൽ കൂടി പോണ്ടിന്റെ ഒരു ഔട്ട്സൈഡ് വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. ഡബിൾ കോട്ട് ബെഡ്, ഡ്രസ്സിംഗ് ടേബിള്, മിറർ, മനോഹരമായിട്ടുള്ള കർട്ടൻസ്, വാർഡ്രോബ് എന്നിവയെല്ലാം ഈ ബെഡ്റൂമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് ബെഡ്റൂം ചെക്ക് ചെയ്യാണ്. ഇതൊരു ചെറിയ ബെഡ്റൂമാണ്. സീലിംഗ് വർക്ക് മറ്റു ബെഡ്റൂംസിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ചില ഏരിയയിൽ റൂഫിങ്ങും ഗ്ലാസ് ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഈ ബെഡ്റൂമിൽ കൂടുതൽ ലൈറ്റ് കിട്ടുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡബിൾ കോട്ട് ബെഡ്, വാർഡ്രോബ്സ്, ബാത്റൂം, മറ്റു ഫെസിലിറ്റീസൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മനോഹരമായിട്ടുള്ള ഈ ഒരു വീടിൻ്റെ എല്ലാ ഏരിയയും നമ്മൾ ചെക്ക് ചെയ്തു. നിങ്ങൾക്ക് ഈ ഒരു ഹോം ടൂർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. താങ്ക്